അതൊന്നിനും ഓഫ് ചെയ്ത് നല്ല പാട്ടായിരുന്നല്ലോ. ആദ്യമേ നീ നിന്റെ വിശേഷങ്ങൾ പറ, എന്നിട്ട് കേൾക്കാം പാട്ടൊക്കെ. അങ്ങനെയാണല്ലേ, നീ ഒരു ചായക്കട ചടക്ക് അവിടെ നിന്ന് പറയും. ആ എന്നാ ഇവിടുന്ന് മതി. എന്നാ പിന്നെ നിന്റെ വിശേഷങ്ങളൊക്കെ പറ. എന്ത് പറയാനാടാ, പണിയൊന്നും ശരിയല്ല. രാവിലെ എണീക്കുന്നു പണിക്ക് പോകുന്നു റിപ്പീറ്റ്, രാവിലെ എണീക്കുന്നു പണിക്ക് പോകുന്നു റിപ്പീറ്റ്. ഇത് തന്നെ സുഖം. സുഖം നിനക്ക് അങ്ങനെ പറയാം, ഇവിടെ ഉള്ളവർക്കറിയാം എൻ്റെ വിഷമം. ശംഭു എന്തേ? സൂക്ഷിക്കണം. മോനെ സിറിലെ, എത്ര നാളായി മോനെ? കുറെ നാളോട് കാണുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. ചിരിച്ച മുഖത്തോട് വാ. വാടാ വാ മോനെ. ആ മെതേ വരുന്നു. നാട്ടിലുള്ള തന്നെ. ആ നീ കഴിച്ചു തുടങ്ങിയോ? പിന്നെ എനിക്കെല്ലാം വിശപ്പുണ്ട്, ഞാൻ കഴിച്ചു. ഇതിപ്പോൾ എത്ര എണ്ണമായി? വിശപ്പിന് ചോദ്യം ചെയ്യരുത്. മതി മതി മതി, ഇതെന്നെ കൂടുതലാ. കഴിക്കടാ. വേണ്ടമ്മേ, ഇത് ബാക്കിയുള്ളത് അവനോട്. ഇവൻ്റെ ഒരു കാര്യം. ആ കേട്ട് അമ്മ ശ്രദ്ധിച്ച് പോട്ടറാ, സാരമില്ല. അളിയാ ഞാനൊന്ന് ഇറങ്ങിക്കുവാ, സമയമില്ല, കുറച്ച് പരിപാടിയുണ്ട്. ആ ആയിക്കോട്ടെ. എടാ ഇങ്ങ് വന്നേ, ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ. എന്നാടാ? കാര്യങ്ങളൊക്കെ എങ്ങനെ? പരിപാടി എന്താ വൈകിട്ട്? അങ്ങനെ വൈകിട്ട് ചാച്ചൻ്റെ വീട്ടിൽ കൂടാ. ചാച്ചൻ്റെ വീട്ടിൽ വിളിക്കാൻ പറഞ്ഞു. ആ വരാം. അതെ പോയില്ലേ? ആ അമ്മ ദേ ഇറങ്ങുവാ. എടാ പോകണ അമ്മ, ഇറങ്ങുന്നേ. ശരി മോനെ. വൈകിട്ട് കാണാം. ആ ആളിയാ ഇത് ഇറങ്ങി. ആ ഇതെത്തി. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹപ്പെട്ടവളാകുന്നു. സിറിലെ, നീ എങ്ങോട്ടാ? ഞാനൊന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാം. ശരി. നീ എപ്പോ വരും?
ഷോ ഈ ചെക്കൻ പോയോ? കർത്താവേ, ഇരുട്ടത്ത് തട്ടികൾ ഉള്ളോക്കി പൊട്ടിക്കണ്ടു. രാത്രിയിൽ വേറെ ഒന്നും കിട്ടാൻ പോകുന്നു. ആദ്യം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഞാൻ അവിടെ പുതിയ ഉണ്ടോ നോക്കും. ലൈറ്റിന്റെ സ്വിച്ച് വേറെ ഉണ്ടോടാ? ആ നോക്ക്. നിന്റെ ചാച്ചന് ഈ വീടൊന്നും നോക്കാൻ സമയമില്ലല്ലേ? അയാൾക്ക് ഇങ്ങോട്ടൊന്നും വരാറില്ല. നമ്മൾ ഈ പരിപാടി നിർത്തത്തില്ലല്ലോ. അല്ല അവനെ കാണുന്നില്ലല്ലോ. അവന്റെ കാര്യം പറഞ്ഞ വിളിച്ചു നോക്കട്ടെ. അവനെ കിട്ടുന്നില്ല. നമുക്ക് ഓരോന്ന് അടിച്ചിരുന്നല്ലേ. അവൻ തരട്ടെ, എന്നിട്ടടിക്കാം. നീ സിഗരറ്റ് സിഗരറ്റ് ഫോൺ അടിക്കുന്നതാ. പൊതുപ്രവർത്തനല്ലടാ. അതെന്താ പറ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര ഏട്ടാ? 150 മോനെ. എന്നിട്ട് മോനെ ഇത് 100 ഉള്ളല്ലോ. 50 കിലോ ലേസ് തരട്ടെ. ഓരോ രാത്രി മനുഷ്യനെ മെനക്കെടുത്ത അവൻ്റെ അമ്മൂമ്മയുടെ ലേസും കൊണ്ട്. ഹോട്ടലില് വിമാനമൊന്നും അല്ലല്ലോ. ഓടെ ആരും ഇല്ല ഇവിടെ. നാട്ടുകാർക്ക് ഇത്ര നേരത്തെ കിടന്ന് ഉറങ്ങിയ കള്ളനെ പേടിച്ച് പോട്ടില്ല അടുത്ത കുട്ടിക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനു പേടിക്കണം? ഞാൻ MLA യോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അറിയാലോ ഞാനൊരു കാര്യമായിട്ട് എങ്ങനെയാണ്. നിങ്ങൾ പേടിക്കേണ്ടത്. പിന്നെ ഞാനൊരു മീറ്റിംഗില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. നമ്മുടെ പാർട്ടി ഇങ്ങനെ പോവാത്തതാണ്. നമുക്കൊന്ന് പുറത്തോട്ട് നിന്നാലോടാ. എന്താ പേടിയാണോ? പേടിയൊന്നുമല്ല. പുറത്താകുമ്പോൾ ഇച്ചിരി കാറ്റ് കിട്ടൂല്ലോ. വാ. നിന്റെ ചാച്ചനെ വീട് നോക്കാതിരുന്ന ഞാൻ ചീത്തയായി പോകത്തില്ലേ? ആരോട് പറയാൻ? ഇത് നിന്റെ അമ്മാമ്മയുടെ വീടല്ലേ? ഇവിടെ കിടന്നില്ലടാ നിന്റെ അമ്മാമ്മ മരിച്ചേ? ഇനി നിന്നെ കാണാൻ വല്ലതും വരുവാടാ? അങ്ങനൊന്നും. പേടിപ്പിച്ചല്ലോടാ. ആരിവിടെ തേൻ കടന്നൽ കൂടു തകർത്തു. അളിയാ സിറിലെ എത്ര നാളെ അല്ലേ കണ്ടിട്ട്?
ഐഫോണോ? നീ മെച്ചപ്പെട്ട ഡ്രസ്സില്ലേ? ശരിക്കും പറഞ്ഞ നിനക്ക് അവിടെ എന്താ പണി? എൻ്റെ വിശേഷം പിന്നെ പറയാം. ഞങ്ങൾ നിന്നെ ഇരിക്കുന്നു. ആദ്യം മുഖം അടിക്കും. അതിനടിക്കും. നിനക്ക് ആൻറ്റി ബിസിനസ്സാണ്. അല്ല ആൻറ്റിക്കിൻ്റെ അതൊക്കെ എങ്ങനെ പോകും? വലിയ മെച്ചമൊന്നുമില്ല. പിന്നെ ഈ അമൂല്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ കുറച്ച് നാളത്തേക്ക് തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നത് പോകും. ആ പിന്നെ ഞാൻ പുതിയൊരു ബിസിനസ്സും കൂടെ, സൈഡ് ബിസിനസ്സും തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ ഞാൻ അതിനൊരു ഇൻവെസ്റ്ററിനെയും കൂടെ തപ്പിക്കൊണ്ടിരിക്കും. എടാ അതല്ലെന്ന്, ഈ നമ്മുടെ ഇരുതലമൂരി അതുപോലെ തന്നെ നമ്മുടെ മറ്റേ വെള്ളിമൂങ്ങ നക്ഷത്രാമയ്ക്കില്ലേ, അതിന്റെ പർച്ചേസ് ആൻഡ് റീസെയിൽ എങ്ങനെയുണ്ട്? നല്ല ബിസിനസ്സാ, ഫൈനൽ ആവോ? നിന്റെ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇമാതിരി ബിസിനസ് ആയിട്ടൊന്നും നടക്കുന്നത്. നിനക്കറിയാമോ ഞാനും കോൺഗ്രസ് തമ്മിലുള്ള ബന്ധം. നല്ല ദിവസം ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുക്കും. ഇന്ന് വിളിച്ചാ നീ പിന്നെ നീ അകത്താ. എടാ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ആലോചിച്ചല്ലേ ഉള്ളൂ. ആലോചിക്കണ്ട, നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞിട്ടാ? നീയേ വിളി നോക്കാലോ. നീ വിളി. പോരെ പോരെ സാർ. നീല പറഞ്ഞ ഏത് പാതിരാത്രി എടുക്കും? ഉറങ്ങായിരിക്കടാ, ഉറങ്ങട്ടാ. എന്തിനാ രാത്രിയിലേക്ക് വിളിച്ച ഒരാളെ ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് അറിയാലോ ഞാൻ ബന്ധം അറിയാലോ. പിന്നെ നമുക്ക് ബിസിനസിനെ പറ്റി പറയാം. വേറെ കൂടുതൽ കളിക്കണ്ട. നിന്റെ സ്കീമിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ പണിയെടുത്ത് ജീവിക്കടാ. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. എത്ര ഞാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അങ്ങനല്ല, ഇരുതലമൂരി രണ്ട് തലയുണ്ട് ഇരുതലമൂരിക്ക്. ഒന്ന് പോയാ ചേരയുടെ അത്ര ഉണ്ടോ? പോടാ. നക്ഷത്രാമരി നക്ഷത്ര ക്രിസ്മസ് തൂക്കിട. ശരിയല്ലേ? എടാ നിനക്ക് ഇതൊക്കെ അവിടെ മിസ് ചെയ്യുന്നില്ലേ? പിന്നെ ഒരുപാട് മിസ് ചെയ്യാം. നിനക്ക് അവിടെ മിസ് ചെയ്യാറില്ലേ? ശവം തുടങ്ങി കുടിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവന്റെ മൂഡ് കളയാനായിട്ട്. രാമൻ പറയാൻ തെറ്റൊന്നുമില്ല. ചിലതൊക്കെ ഇപ്പോഴും ഇടക്കിടക്ക് അവിടെ ഓർക്കുന്നുണ്ടാവും. നിലവിളിയാണ് നീ ശരിക്കും കണ്ടോ? കണ്ടത് സ്വപ്നത്തിൽ അവള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? നിനക്കല്ലായിരുന്നു നിർബന്ധം ഇവനെ കൊണ്ട് കുടിപ്പിക്കണമെന്ന്. അനുഭവിച്ചോ? ഞാൻ പറയട്ടെ, അവളുടെ ആത്മാവിന് നിന്നോട് എന്തോ പറയാനുണ്ട്. അതാ നീ ഇടയ്ക്കിടയ്ക്ക് അവളെ സ്വപ്നം കാണും. ഇതിന് വട്ടാടാ. പിന്നെ ഈ ആത്മാക്കളെല്ലാം എല്ലാവരും ഓടി നടന്ന് സംസാരിക്കലോ? അവള് മരിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല. ചില നേരത്ത് അങ്ങനെയാ. നമ്മളെ ഇഷ്ടപ്പെടുന്നവര് അത്ര പെട്ടെന്ന് നമ്മുടെ അടുത്ത് പോയി. കാര്യം ശരി, നമ്മൾ 3 പേരും അടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ഈ പറയുന്ന കാര്യം സത്യമാണ്, 100% സത്യം. ഇത് ഇവന്റെ വയറ്റിൽ കിടക്കുന്ന വെള്ളം പറയുന്നതാടാ. നിനക്ക് പറയാൻ നിന്റെ വല്ല തെളിവുണ്ടോ? തെളിവുണ്ട്, എൻ്റെ തെളിവുണ്ട്. നീ ബൈക്കിന്റെ കീങ്ങിയതാ. നീ പരുവത്തിൽ ഇത് എങ്ങോട്ട് പോകാൻ? നീ കീതാ തെളിവുണ്ടാക്കിയതല്ലോ. സൂക്ഷിച്ചൊക്കെ പോണേ.
അതൊക്കെ ഞാൻ പറയാം. അതിന് വേണ്ടി കുറച്ച് ഒരുക്കങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കും. നീ അവളെ സ്വപ്നം കാണാറുണ്ടെന്നല്ലേ പറഞ്ഞു? നീ എന്തിനാ അവളെ കാണുന്നത്? നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. നമുക്ക് അവളോട് തന്നെ ചോദിച്ചാലോ? ആരും ഒരു ശബ്ദം ഉണ്ടാക്കരുത്. കണ്ണുകളടച്ച് കൈയോടെ വയ്ക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ പറയണം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. Good spirit, please come. Good spirit, please come. Good spirit, please come. ശ്ശോ. എന്നിട്ട് പൊക്കോണം. ഓരോ ഉടായ്പായിട്ട് വന്നോളവൻ. ശംഭു, നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇമാരി ഉടായ്പായിട്ട് എന്റെ അടുത്ത് വരുന്നത്. അല്ലടാ, ഇതങ്ങനെയല്ല. ഇത് ശരിക്കും അനങ്ങുന്നതാ. ഇതൊക്കെ മര്യാദക്ക് എടുത്തോണ്ട് നോക്കെ, ഇല്ലെങ്കിൽ എല്ലാം കൂടി എടുത്ത് ഞാൻ കത്തിക്കുവേ. ഞങ്ങൾ ഇവിടെ കിടക്കണം. ഞങ്ങള് പോവുക. എടാ, അന്ന് എന്നെ കൂടെ കൊണ്ടുപോകാ. എങ്ങോട്ട്? പേടിയായിട്ടല്ല, എന്നാലും എന്നെ കൂടെ കൊണ്ടുപോകാം. ഇങ്ങോട്ട് എങ്ങനെ വന്നു? അതാണ് പോയത്. നീ വാ. ഒരു 4 കിലോമീറ്ററിലുള്ള ഒന്നാമത്തെ യാത്ര. അന്ന് നീ ഇവിടെ ഒതുക്കി. പളിയ നാളെ കാണാം. ഓക്കെ, ബൈ ദ ബൈ. എന്താടാ സ്ലിപ്പായോ? ഇത് വരുമ്പോ ഇത്രയും പൊക്കില്ലായിരുന്നല്ലോ. പെട്രോളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നീ അടിച്ചില്ലേ? ഇല്ല, പോകുന്ന വഴിക്ക് അടിക്കാം. അതിന്റെ പൈസ ഞാൻ തന്നെ കൊടുക്കണ്ടേ? ഓഫ് കോഴ്സ്. ഇവനിത് കൊണ്ടുപോയില്ലേ? ഇവനാണ്. ഇതെന്ത് ക്രിസ്മസ് പോകാം. നീ ആ ചാക്കോടെയും ദ്രേസമ്മയുടെയും മോനല്ലടാ? അതെ. എന്താ ഈ നേരത്ത് നീ ഇവിടെ? ഞാൻ ഒരു കൂട്ടുകാരനൊക്കെ അതൊക്കെ. അല്ല, അപ്പച്ചനക്ക് മനസ്സിലായില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ലേ അല്ലേ? അയ്യോ, ഒന്നും വിചാരിക്കല്ലേ. കുറച്ചു കാലം ഞാൻ നാട്ടിലായിരുന്നു, അതാ. കുന്നേൽ ഔതാക്കുട്ടി, നിന്റെ അമ്മച്ചിയോട് പോയി ചോദിച്ചാ പറഞ്ഞു തരും കേട്ടോ. നിന്നെ അത്രയുള്ളപ്പോ തൊട്ട് കണ്ടു തുടങ്ങിയതാ ഞാൻ. അയ്യോ, നിന്റെ കൂട്ടുകാരനാ? അതെ അതെ. എന്നാ വേഗം പോവാൻ നോക്ക്. ഇവിടെ അധികം നേരം നിൽക്കണ്ട. ഓ, നല്ല പച്ച. എടാ, ഇതവൻ കൊണ്ടുപോയില്ലടാ. ഓ, അതിന് നാളെ കൊടുക്കാം. നീ കേറ്. പോകുന്ന വഴിക്ക് 2 എണ്ണം അടിക്കാം. ബാറി കയറി. അത് വേണോ? വേണം. എന്തോ സേഫ് ലാൻഡിങ്. സന്തോഷാടാ, സന്തോഷായി. ആ പഴയ കാലം തിരിച്ചു കിട്ടിയ പോലെ ശംഭുവിന്റെ തള്ള വെച്ച്. ഞാൻ പറഞ്ഞാലും ശരിയായ. അതെ, അതല്ലടാ ഞാൻ അയക്കുന്നത്. ഈ പഴയ ആൾക്കാർക്ക് എന്നാ ഓർമ്മയാടാ. എന്നാ അയാളെ ചെറുപ്പത്തിലെ നീ ആരുടെയാടാ ഈ പറയുന്നത്? നിങ്ങൾ പോയപ്പോഴേ നമ്മൾ കൂന്നേൽ അവധി കുട്ടിച്ചാൻ വന്നായിരുന്നു. മൂപ്പർക്ക് 19 വയസ്സുണ്ട്. ആ, കാര്യം ശരിയാ. ഞാൻ നേരത്തെ പോകാൻ കേട്ട വീണ്. അവൻ പറഞ്ഞു നീ എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കല്ലേ. എടാ, ഇവിടെയുള്ള എല്ലാ പിള്ളേർക്കും അറിയാം അതൊക്കെ ഇട്ട് ചെയ്യാൻ 3 ദിവസം മുന്നേ അടിച്ചു തരും. ഞാൻ പറഞ്ഞു എനിക്കിട്ട് ഉണ്ടാക്കില്ല. എന്താ എന്നാ വേഗം പോവാൻ നോക്ക്. ഇവിടെ അധികം നേരം നിൽക്കണ്ട. താക്കോൽ ഓണാക്കട പൊട്ട.
പോട്ടെ. മാറി മഴവൻ അവൻ്റെ അമ്മൂമ്മയുടെ അവതക്കൂട്ടി. അവളുടെ ആത്മാവ് നിന്നോട് എന്തോ പറയണം. അതാണ് ഈ ഇടയ്ക്കിടെ അവളെ തോന്നുന്നത്. തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും അത്ര പെട്ടെന്ന് നമ്മൾ ഈ അമ്മ Good Spirit, please come. Good Spirit, please come. Good Spirit, please come. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പേരെന്താ? അമ്മേ